അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലും കാലിഫോർണിയയിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന നിലവിൽ 24 പേരുടെ മരണത്തിന് ഇടയാക്കിയ തീപിടുത്തം അത് ലോകം മുഴുവൻ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ മേഖലകളിൽ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വർഷങ്ങളായി എല്ലാ വർഷവും അവിടെ തീപിടുത്തം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ വർഷം നടന്ന ആ ദുരന്തത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ചില സംഭവങ്ങൾ സംഭവിക്കുമ്പോഴാണ് ചിലരുടെ ഉള്ളിലിരിപ്പ് പുറത്തു വരുന്നത്. അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തകർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ ഒരു തകർച്ച ചിലരെ വല്ലാത്തൊരു ആവേശത്തിലാഴ്ത്തുന്നത്? പ്രകൃതി ദുരന്തങ്ങളിൽ പോലും സന്തോഷിക്കുവാൻ സാധിക്കുന്നവരെ നയിക്കുന്ന പ്രത്യയശാസ്ത്രം എന്തൊക്കെയാണ്? അമേരിക്കയെ ആകമാനം ദുഃഖത്തിലാഴ്ത്തിയ ആ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ, അതിൻ്റെ ഒരു അടിസ്ഥാനം, അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ, ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പം ഉള്ളത് ജോജി അരുൺ. നമ്മൾ ഈ ദുരന്തം, അതൊരു പ്രകൃതി ദുരന്തമാണ് അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ തീവ്ര ഇസ്ലാമികവാദികൾ ഭരിക്കുന്ന രാജ്യത്തു നിന്നുള്ള മാധ്യമങ്ങൾ, അവരൊക്കെ ഈ ദുരന്തത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഏതാണ്ട് ഈ ലോകസ്ഥാപനത്തിന് തുടക്കം മുതൽ തന്നെ സംഭവിച്ച അല്ലെങ്കിൽ ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടിങ്ങുകളൊക്കെ പോകുന്നത്. നമുക്ക് ആദ്യമേ തന്നെ എത്ര തരത്തിലുള്ള, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഒരു നാശനഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, അവിടുത്തെ മരണസംഖ്യ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ 24 പേരാണ് അവിടെ മരിച്ചിട്ടുള്ളത്. ഏകദേശം 12,000-ലധികം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ്, മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സിന് അവിടെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. 40,000 അല്ലെങ്കിൽ ഒരു 50,000 ഇടയിലുള്ള ഒരു ഏക്കർ ഭൂമി അവിടെ കത്തി നശിച്ചിട്ടുണ്ട്. നാശനഷ്ടത്തിനൊരു കണക്കെടുക്കുമ്പോൾ അത് മില്യൺ അല്ലെങ്കിൽ ഒരു ബില്യൺ കണക്കിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മളത് പരിശോധിക്കണം. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ആ ഒരു മേഖലയിൽ ഒരു തീപിടുത്തം സംഭവിക്കുന്നത്. ഈ കാലിഫോർണിയ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ലോസ് ആഞ്ചലസ് ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്ര ഘടന, അതിൻ്റെ ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം എടുത്ത് നാം നോക്കുമ്പോൾ എല്ലാ വർഷവും ഈ തീപിടുത്തം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ് ഒരു കാലിഫോർണിയ എന്ന് പറയുന്നത്. ഒരു എക്സ്ട്രീം ക്ലൈമറ്റ്സിന്റെ ഒരു വേരിയേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. എല്ലാ വർഷവും അവിടെ തീപിടുത്തം സംഭവിക്കുന്നുണ്ട്. അത് മാനേജ് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് കാലിഫോർണിയൻ സംസ്ഥാനം എല്ലാ വർഷവും അലോക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ സംഭവമല്ല. പക്ഷേ ഇത്തവണ അത് എന്തുകൊണ്ട് കൂടുതൽ ഒരു ചർച്ചയാക്കപ്പെട്ടു എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ആ ഒരു തീപിടുത്തത്തിന്റെ ഒരു ആഴം തന്നെയാണ്. ഇപ്പോൾ നിലവിലുണ്ടായ തീപിടുത്തം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ, അതിൻ്റെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കുമ്പോൾ, കഴിഞ്ഞ 8 മാസത്തോളമായി ആ പ്രദേശത്തെ ഒരു കാലാവസ്ഥ നാം നോക്കുകയാണെങ്കിൽ അവിടെ മഴ പെയ്തിട്ടില്ല. എനിക്കൊന്ന് ഈ ലോസ് ആഞ്ചലസിൽ തന്നെയാണെങ്കിൽ ഒരു ലേഖനത്തിൽ വായിച്ചത്, കഴിഞ്ഞ ഈസ്റ്ററിനാണ് അവിടെ ഗണ്യമായ രീതിയിൽ അല്പമെങ്കിലും മഴ ലഭിച്ചത്. മാത്രമല്ല, ഈ കാലിഫോർണിയ, ഈ ലോസ് ആഞ്ചലസ് പോലുള്ള മേഖലയിൽ തീപിടുത്തം ഇത്രത്തോളം രൂക്ഷമാകാൻ കാരണം ഈ മഴ നിന്ന ഒരു സമയമുണ്ട്. അതായത് ലാസ്റ്റ് പെയ്തത് ഒരു 8 മാസം മുമ്പാണ്. പക്ഷെ അതിനു മുമ്പ് വലിയ തോതിൽ അവിടെ ഒരു മഴ പെയ്തിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ പുല്ല് കിളിർക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെജിറ്റേഷന്റെ വലിയൊരു കവറിങ് അവിടെ സംഭവിച്ചു. പിന്നീട് ഈ മഴ പെയ്യാത്ത സമയത്തിൽ ഈ പറയുന്ന വെജിറ്റേഷൻ ഈ കത്തി ഉണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ തീ പടർന്നപ്പോൾ അത് വലിയ രീതിയിൽ പെട്ടെന്ന് പടരുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ സാന്റാ ആന എന്ന് പറയുന്ന ആ ഒരു കാറ്റ്, അതാണ് എടുത്തു പറയേണ്ടത്. ആ കാറ്റാണ് ഈ തീപിടുത്തം ഇത്രത്തോളം ഗുരുതരമാക്കിയത്. ഒരു കണക്കുകളൊക്കെ പറയുന്നത് ഹെലികോപ്റ്ററിന് പോലും പറക്കാൻ കഴിയാത്ത രീതിയിലുള്ള ശക്തിയിലാണ് ഈ കാറ്റൊക്കെ ആഞ്ഞു വീശുന്നത്. പിന്നെ ഈ മാൻമെയ്ഡ് ആയിട്ടുള്ള ചില മിസ്റ്റേക്സ് അവിടെ സംഭവിച്ചു എന്ന് പറയുന്നത് ഈ കാലിഫോർണിയൻ ഗവർണറുടെ ഭാഗത്തുനിന്ന് ചില മിസ്റ്റേക്സ്, അതായത് ഈ കാലിഫോർണിയ ഈ തീപിടുത്തം നടന്ന ഒരു പ്രദേശത്ത് ഡാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡാമിന്റെ അറ്റകുറ്റപ്പണി എന്നതിന്റെ പേരിൽ ഡാം വറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ അത് പ്രോപ്പറായിട്ട് കെടുത്താൻ, അല്ലെങ്കിൽ അതിന് ഒരു രക്ഷാപ്രവർത്തനം വെള്ളമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു ജോജി, ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ ദുരന്തങ്ങളിലും ചിരിക്കുന്ന ചിലരുടെ മനസ്സ്, ഈ ദുരന്തങ്ങൾ കാണുമ്പോൾ ചിരിക്കുന്ന ഇമോജി ഇട്ട് പൊട്ടിച്ചിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ചിലരുടെ പകയുടെ മനസ്സ്, അതാണ് നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു വിഷയം. അതിനു മുമ്പ് ഈ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലേ, നമ്മളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ എല്ലാവരും സാധാരണ പ്രതികരിക്കാറുള്ളത് തോളോട് തോൾ ചേർന്ന് ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് നാം കാണാറുള്ളത്. പക്ഷേ അമേരിക്കയിൽ ദുരിതമുണ്ടായപ്പോൾ ചിലർ ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു അപ്പോക്ലിപ്റ്റിക് നേച്ചറിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ നടക്കുന്ന വാദപ്രതിവാദത്തെ എങ്ങനെ നോക്കിക്കാണും?
കാലിഫോർണിയ എന്ന് പറയുമ്പോൾ US-ലെ എന്താ പറയുക ഏറ്റവും പിന്നെ പോപ്പുലേഷൻ ബേസ് നോക്കുകയാണെങ്കിൽ ഒരു നമ്പർ 1 സ്റ്റേറ്റാണ്. അപ്പം വളരെ പ്രധാനമുള്ള സ്റ്റേറ്റ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും അവിടെ തീപിടുത്തം ഉണ്ടാകാറുണ്ട്. അവരതിന് പ്രിക്കോഷൻ എടുക്കാറുമുണ്ട്. അതൊരു നാച്ചുറൽ തിങ്ങാണ്. പക്ഷേ ഈ വർഷത്തെ തീപിടുത്തത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ ഇതൊരു എന്താ പറയുക ഔട്ട് ഓഫ് സീസണിലാണ് ശരിക്കും. സാധാരണ അവിടെ ഒരു സമ്മർ സീസണിൽ ആണ് ഇത്ര സംഭവം ഉണ്ടാകുന്നത്, ഒരു ജൂലൈ സെപ്റ്റംബർ ആ സമയങ്ങളിലാണ്. പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ജനുവരി മാസത്തിൽ ചില എക്സ്ട്രീം ഒരു ഈ വിൻ്റർ സമയത്താണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ചില നാശനഷ്ടങ്ങൾ പഴയതിനേക്കാളും കൂടുതലുണ്ട് ശരിക്കും അത് കറക്റ്റായ കാര്യമാണ്. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഈ ഒരു തീപിടുത്തത്തെക്കുറിച്ച് നമുക്ക് എന്താ പറയുക ഒരു മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയൊരു എക്സാജറേറ്റ് ചെയ്യാൻ പറയാനുള്ള യാതൊന്നുമില്ല ശരിക്കും. അവർ അതിനുള്ള പ്രിക്കോഷൻ എടുക്കുന്നുകൊണ്ടിരിക്കും. ഇനി മറ്റൊരു ആംഗിൾ ജോർജ് പറയുമ്പോൾ നമ്മൾ ഈ കാലിഫോർണിയ എന്ന സ്റ്റേറ്റിനെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അമേരിക്കയിൽ നന്മകളുണ്ടാകുമ്പോൾ ഒരുപാട് തിന്മകളുണ്ടായിട്ടുണ്ട്. 1917 അമേരിക്കയിലാണ് ആദ്യത്തെ അബോർഷൻ ക്ലിനിക്ക് തുറക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ പറയുക ആ പ്രമാണം ലംഘിക്കുന്ന കൊല്ലരുത് എന്നുള്ള ആ പ്രമാണം ലംഘിക്കുന്ന ആ പ്രമാണം വളരെ എന്താ പറയുക ഈ നിയമത്തിൻ്റെ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല ലംഘിക്കത്തക്ക രീതിയിൽ ആ കുറ്റകൃത്യം ചെയ്യാവുന്ന ആ സംവിധാനം ആദ്യമായി ഒരുങ്ങുന്നത് എന്നാ പറയുക US-ലാണ്. അപ്പം ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക തിന്മകളുടെയും ഉത്ഭവം അവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ആംഗിൾ നമ്മൾ നോക്കുമ്പോൾ കാലിഫോർണിയ, പിന്നെ ഹോളിവുഡ്, അല്ലെങ്കിൽ ലോസ് ആഞ്ചലസ്, അല്ലെങ്കിൽ സാൻ ഫ്രാൻസിസ്കോ, ഈ പ്രദേശങ്ങളെല്ലാം നമ്മൾ നോക്കും. നമ്മളൊരു ധാർമ്മിക അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അവിടെ ഒരുപാട് തിന്മകളുണ്ട് ശരിക്കും. നമുക്കറിയാം ഈ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്നത് അതിസമ്പന്നർ വസിക്കുന്നവരാണ്. വെച്ചാൽ ഈ പിന്നെ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട സമ്പന്നർ വസിക്കുന്ന ഒരു വലിയ സ്ഥലമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ ഒരുപാട് തിന്മയുണ്ട്. ഇനി അവിടെയാണ് ഹോളിവുഡ്, എല്ലാ സിനിമകളുടെയും എന്താ പറയുക ഒരു കേന്ദ്രം അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുന്ന എല്ലാവരുടെയും ഡ്രീമായ ഹോളിവുഡിൻ്റെ ഒരു ആസ്ഥാനം അവിടെയാണ് ശരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് തിന്മകളുണ്ട്. അതിൽ പക്ഷേ അബോർഷനാകാം, അതുപോലെ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗമാകാം, മറ്റുള്ള പല രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള അരാജകത്വങ്ങളാകാം, പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പം ഒരുപാട് തിന്മകൾ അവിടെ ഉണ്ട്, നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ തിന്മകളുണ്ട്. ഇനി മറ്റൊരു പോയിന്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ ഈ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഏറ്റവും വലിയ പിശാചിനെ ആരാധിക്കുന്ന സൈറ്റൻ ടെമ്പിൾ ഉള്ളത്. എനിക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഈശോയെ ആരാധിക്കുന്ന പോലെ മറ്റുള്ള നമ്മൾ ആരാധിക്കുന്ന പോലെ പിശാചിനെ നേരിട്ട് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. പിശാച് നീ വരിക, നീ ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, നീയാണ് നല്ലവൻ, നിന്നെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ട് അവിടെ ശരിക്കും. അപ്പോൾ അവരുടെ ഒരു മെയിൻ ടെമ്പിൾ അവിടെ, അതുപോലെ പല സെൻറ്ററുകളുണ്ട് അവിടെ. അപ്പോൾ ഈ രീതിയിൽ തിന്മയുമായിട്ട് കൂട്ടുള്ള അല്ലെങ്കിൽ തിന്മയെ ശരിക്കും എന്താ പറയുക നന്മയാക്കി കാണുന്ന ഒരു സമൂഹം, ആ രീതിയിലുള്ള ഒരു എന്താ പറയുക സെറ്റപ്പുള്ള ഒരു സ്ഥലമാണ് ശരിക്കും. അപ്പോൾ അവിടെ ഉറപ്പായിട്ടും അവരുടെ പ്രവൃത്തിയുടെ പ്രതിഫലം അല്ലെങ്കിൽ ആ പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് അത് മറ്റൊരു കാര്യം. അതിപ്പോൾ നമ്മൾ ദൈവം ശിക്ഷിച്ചാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള സാത്താൻ വന്നാൽ ഒരിക്കലും നമുക്ക് ലഭിക്കുന്ന നന്മയല്ല, തിന്മയാണ്. അപ്പോൾ ആ ഒരു ആംഗിളിലൂടെ നമ്മൾ ഈ കാലഘട്ടം ആൾക്കാർ കാണുന്നുണ്ട്. കാരണം അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ദൈവിക സംരക്ഷണം അത് നഷ്ടപ്പെടും. അതാണ് സംഭവിക്കുന്നതാണ് ശരിക്കും. അപ്പോൾ ഈ രീതി സാത്താൻ എല്ലാ കാര്യം ഇങ്ങോട്ട് തന്നെ പറയും നമ്മൾ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണവും ദൈവത്തിൻ്റെ ആ ഒരു കരുതലെല്ലാം നമ്മൾ നകന്നു പോകും. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു പ്രത്യേകത ഉണ്ടാകും. ഈ കാലഘട്ടങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ആൾക്കാർ കൂടുതൽ ബോധവാന്മാരാകുന്നുണ്ട്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ജോർജി, ബ്ലാക്ക് മാസ് അല്ലെങ്കിൽ ഈശോയുടെ തിരുശരീര രക്തങ്ങളെ അവഹേളിക്കുന്ന രീതിയിലുള്ള ആ പ്രവൃത്തികളൊക്കെ അവിടെ ഒരുപാട് വ്യാപകമാണ് ശരിക്കും. അപ്പം എല്ലാം കൂടെ നോക്കുമ്പോൾ ശരിക്കും എന്താ പറയുക ഒരു തിന്മയുടെ ഒരു വലിയ ഒരു പ്രവൃത്തികൾ അല്ലെങ്കിൽ ഒരു തിന്മയുടെ കേന്ദ്രം പോലെ ആ പ്രദേശം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ പ്രദേശവാസികളെയും ആ പ്രദേശത്തെയും എന്താ പറയുക ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനൊക്കെ പിന്തിരിയാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ചില പ്രവൃത്തികളാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റി സാധിക്കില്ല. ഉറപ്പായിട്ടും അതേ കാര്യം. അപ്പം ആ ഒരു ആംഗിളിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും മറ്റു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് ലോകം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാനുഷികമായ ഇപ്പം നമുക്കറിയാം അമേരിക്ക സൂപ്പർ പവറാണ്. അമേരിക്ക എല്ലാം ഉണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സൂപ്പർ ടെക്നോളജിയാണ്, പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് ഇത്തി അണയ്ക്കാൻ പറ്റുന്നില്ല ശരിക്കും. ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് വെള്ളം പോലില്ലെന്നാണ് പറയുന്നത്. അമേരിക്ക പോലുള്ള ഒരു മഹാരാജ്യത്ത് ഈ തീ അണയ്ക്കാനുള്ള വെള്ളം പോലും ലഭ്യമല്ല. അവരുടെ ടെക്നോളജിക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ലോകത്തോട് ദൈവം പറയുന്ന ഒരു കാര്യം ഇതാണ്: മാനുഷികമായി നമ്മൾ എന്തെല്ലാം ഉയർന്നാലും എന്തെല്ലാം കണ്ടുപിടിച്ചാലും എത്രമാത്രം നമ്മുടെ ടെക്നോളജി സയൻസ് ഡെവലപ്ഡ് ആയാലും ഒന്നുമല്ല. ശരിക്ക് നമുക്കെതിരെ പ്രകൃതിയും നമുക്കെതിരെ മറ്റു ശക്തികൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യൻ്റെ കഴിവുകളെല്ലാം നിസ്സഹമായി പോകും. അപ്പോൾ ശരിക്കും അമേരിക്കയുടെ നമ്മൾ കുറ്റപ്പെടുത്താതെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: അമേരിക്ക എന്ന സൂപ്പർ പവറിന് ഇതിനു മുമ്പ് പകച്ച് നിന്നുപോയി. സത്യമാണ്, കുറച്ച് നേരത്തെ പകച്ച് നിന്നുപോയി. അപ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ശരിക്ക് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോടും പ്രകൃതിയോടുമൊക്കെ നമ്മൾ
ആ ഒരു രമ്യതയിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ ഒരു ദൈവികമായ നിയമങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ ഇത്തരം പ്രതിഭാസങ്ങൾ ഇനി ഉണ്ടാകുന്ന കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ കൊറോണ കണ്ടു അല്ലേ? ആ കൊറോണയുടെ സമയത്ത് ആ ലോകം മൊത്തം സ്റ്റക്കായിപ്പോയി. ഒരു ചെറിയ വൈറസാണ്, കാണാൻ പോലും പറ്റുന്നില്ല, പക്ഷേ അതിനെ നമുക്ക് കീഴടക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം, അപ്പോൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ശരിക്കും നമ്മുടെ അസ്തിത്വം, നമ്മുടെ ഒറിജിൻ എവിടെ നിന്നാണെന്നും നമ്മൾ അങ്ങോട്ട് തിരിയേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ ക്രമീകരിക്കണം. ഇതാണ് ഈ സംബോധനപ്പെടുക. അപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിലല്ല കാര്യം, മറിച്ച് നമ്മൾ പാഠങ്ങൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കറക്റ്റാണ്. നമ്മുടെ അടുത്ത ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അരുൺ, ഈ പറയുന്ന ഈ തീപിടുത്തം ഉണ്ടാകുന്നു, അത് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു, അതിൻ്റെ പിന്നിൽ പ്രകൃതിപരമായിട്ടുള്ള പല കാരണങ്ങളുമുണ്ട്. പക്ഷേ ഈ തീപിടുത്തം ഉണ്ടായ ആ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ഈ ഇറാൻ സ്പോൺസേഡ് മാധ്യമങ്ങളിലൊക്കെ വന്ന ചില ടാഗ്ലൈൻസ് ആണ്. അത് ലോസ് ആഞ്ചൽസിന് പകരം ഏഞ്ചൽസ് ഓഫ് ഫയർ അല്ലെങ്കിൽ ലോസ് ആഞ്ചലസ് ഈസ് ഇൻ ഹെൽ എന്നൊക്കെ പറഞ്ഞു. അത് ട്രംപ് ഈ ഹമാസിന് കൊടുത്ത ആ ഒരു വാണിങ്ങിന് ഒരു മോക്ക് ചെയ്യുന്ന രീതിയിലാണ് അങ്ങനെയൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രത്തോളം ഒരു പകയോടുകൂടി ഈ അമേരിക്കയിൽ സംഭവിക്കുന്ന ഈ പ്രകൃതി ദുരന്തത്തെ അവർ നോക്കിക്കാണുന്നത്? നമുക്ക് ഓർക്കാം, 2023 തുർക്കിയിൽ ഭൂകമ്പത്തിൽ 60,000 പേര് കൊല്ലപ്പെട്ടു. 2022 പാകിസ്ഥാനിലുള്ള വെള്ളപ്പൊക്കത്തിൽ 1700ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതിൻ്റെ ദുരിത ഫലങ്ങൾ പാകിസ്ഥാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട് അങ്ങനെ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ എന്തുകൊണ്ടാണ് ചിലരെ ഇത്രയധികം സന്തോഷിപ്പിക്കുന്നത്? ജോർജ്, ഈ ലോകത്തിലെ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ കൈകൊട്ടിച്ചിരിക്കാൻ ആർക്കാണ് സാധാരണ കഴിയുക? സാധിക്കുന്ന ഒരേ ഒരു കൂട്ടരേ ഉണ്ടാവുള്ളൂ. അതായത് തങ്ങളല്ലാതെ മറ്റുള്ളവരെല്ലാവരെയും ശത്രുക്കളായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ശത്രുവിൻ്റെ നാശം കാണുമ്പോൾ അല്ലെങ്കിൽ ശത്രുവിന് ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അത് കൈകൊട്ടിച്ചിരിക്കാൻ അത് അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് കാര്യം. അപ്പോൾ ജോർജ് സൂചിപ്പിച്ച് ഇറാനിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇറാൻ്റെ ഔദ്യോഗിക മീഡിയകൾ പോലും ഈ ഫയറിനെ കുറിച്ച് പറയുന്നത് അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയായിട്ടാണ് അവരവരുടെ മീഡിയയിൽ കൊട്ടിഘോഷിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാണുന്നത്. പലരും അവരുടെ സ്വന്തമായിട്ടുള്ള വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഗാസയെ ചുട്ടരിച്ച് അമേരിക്കയെ ഇപ്പോൾ അള്ളാഹു ചുട്ടരിക്കുന്നു, അതല്ലെങ്കിൽ ഗാസയെ തീഗോളമാക്കിയവർക്ക് അള്ളാഹു ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഈ പറഞ്ഞു കേൾക്കുന്ന വാക്കുകൾ. അത് പലരും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു, ഒരുപാട് പേര് അവരുടെ ഉള്ളിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ 2021 നമ്മുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് മരിച്ചപ്പോൾ ഇവിടുത്തെ പ്രമുഖ ചാനലുകളുടെ താഴെ വന്ന ഇമോജികളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എത്ര പേരാണ് ആ മരണത്തെ അവരൊരു ആഘോഷമാക്കിയത്. ഇപ്പോൾ കഴിഞ്ഞ ന്യൂ ഇയറിന് അമേരിക്കയിൽ ഒരു ഷംസുദ്ദീൻ ജബ്ബാർ ചെയ്തൊരു പാതകമുണ്ട്. അത് ചെയ്തപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ചിലർ അദ്ദേഹത്തിന് ആശംസ അർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിച്ചു, നിങ്ങൾക്ക് അള്ളാഹു റിവാർഡ് നൽകുന്ന മലയാളത്തിൽ ഞാൻ ചില കമൻറ്റുകൾ കണ്ടു. അപ്പോൾ ഇവിടെ പല തീവ്രവാദികളും, ഏറ്റവും വലിയ ക്രൂരതകൾ കാണിച്ച തീവ്രവാദികൾ മരിക്കുമ്പോൾ പറയുന്ന വാക്കാണ് അവർക്ക് റിവാർഡ് ലഭിക്കുമെന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇതൊക്കെ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഗാസയാണല്ലോ വിഷയം. ഗാസ കാരണമാണ് അമേരിക്കയ്ക്ക് ഈ അവസ്ഥ എന്നാണ് പറയുന്നത്. ശരിക്കും ഗാസ കത്തിച്ചത് ആരാണ്? ഗാസ കത്തിച്ചത് ഇസ്രായേലല്ല. ഇസ്രായേലിനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു. ആരാണ് ഗാസ കത്തിക്കുന്നതിന് ഉത്തരവാദി? അത് ഹമാസാണ്. അവർ ആ ഒക്ടോബർ 7 കാണിച്ചു കൂട്ടിയ ക്രൂരതയാണ്, അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഈ പാവം ഗാസയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെയാണ് നീതിമാനായ ദൈവം ആദ്യം കത്തിക്കേണ്ടത്? അത് തീവ്രവാദികളെയാണ്. അതറിയാതെയാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഗാസയെ കത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗാസയിൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നുണ്ട്, അതാരാ? അവിടെ തോക്കേണ്ടി നിൽക്കുന്നത് ആരാ? അവിടെ ഇസ്രായേലാണ് തോക്കേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഇവർ പറയുന്ന പോലെയാണെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ വരേണ്ടത് എവിടേക്കാണ്? അത് ഇസ്രായേലിലേക്കാണ് വരേണ്ടിയിരുന്നത്. ഇതിപ്പോൾ അമേരിക്കയിലെ ഏതാണ്ട് ഒരു മൂലയിൽ കിടക്കുന്ന ലോസ് ആഞ്ചൽസിൽ, ഈ ലോസ് ആഞ്ചൽസിന്റെ തന്നെ ചിത്രം എടുക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിം പോപ്പുലേഷനിൽ അമേരിക്കൻ സിറ്റികളിൽ 2ാം സ്ഥാനത്താണ് ഈ ലോസ് ആഞ്ചൽസ്. അവിടുത്തെ 38 ലക്ഷം പോപ്പുലേഷനിൽ 5 ലക്ഷം മുസ്ലിംസ് ആണ് ഉള്ളത്. അപ്പോൾ മുസ്ലിംസ് ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ പ്രതികാരത്തിന്റെ തീ വന്നിരിക്കുന്നതെന്ന് ഒരുപക്ഷെ ഇവർക്ക് അറിയില്ലായിരിക്കാം. ഇനിയിപ്പോൾ ഇതൊരു സാർവലൗകികമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ജോർജ് നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും വലിയ ദുരന്തം ഈ അടുത്തുണ്ടായത് തുർക്കിയിലാണ്. അന്ന് തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇവിടെ ആരും പറഞ്ഞില്ല. അതിന് തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലാണ് ഹാഗിയ സോഫിയ കൊണ്ട് മോസ്ക് ആക്കിയത്. ഇവിടെയുള്ള ആരും പറഞ്ഞില്ല അത് ദൈവകോപമാണ്, അതല്ലെങ്കിൽ ഹാഗിയ സോഫിയ മോസ്ക് ആക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നും ഇവിടെ ഒരാളും പറഞ്ഞില്ല. പകരം ഇന്ത്യയിൽ നിന്നും ഈ ഇവർ പറയുന്ന അമേരിക്കയിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും നമ്മുടെ മുഖ്യമന്ത്രി പോലും ഒരു 10 കോടി ആരെ പ്രീണിപ്പിക്കാനാണെങ്കിൽ പോലും ഈ പണം മുഴുവൻ പോയത് തുർക്കിയിലേക്ക് അയച്ചപ്പോൾ ഇവിടുന്ന് ആരും ഒരു പരാതിയും പറഞ്ഞില്ല. അപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ശരിക്കും ആ ദുരന്തത്തെ അനലൈസ് ചെയ്യുന്നതിൽ പോലും ഇവരുടെ ഉള്ളിലുള്ള തീവ്ര ചിന്തകൾ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇവരുടെ ഉള്ളിലുള്ള ഈ തീവ്ര മനസ്കരുടെ ഉള്ളിലുള്ള തീവ്രവാദ ചിന്തകൾ എപ്പോഴും പുറത്തേക്ക് തള്ളി വരുന്നതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഇപ്പോൾ ഈ ഗാസയെ തീഗോളമാക്കിയവർക്കുള്ള മറുപടി എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ മുഴുവൻ. ഇവിടുത്തെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ പോലും ഈ കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇനി ശരിക്കും ഈ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇത് ജോർജ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലോസ് ആഞ്ചൽസിൽ പലപ്പോഴും അവിടെ തീപിടുത്തം ഉണ്ടാവാറുണ്ട്.
അത് അവിടെ സ്ഥിരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ അതിൻ്റെ ഒരു തീവ്രത കൂടിപ്പോയി. അതോടൊപ്പം തന്നെയാണ് ജോജി പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. കാരണം ഈ ലോസ് ഏഞ്ചൽസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാലിഫോർണിയയെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രാറ്റുകളുടെ കോട്ടയായ അവിടെ എല്ലാവിധ തിന്മകളുടെയും മ്ലേച്ഛതകളുടെയും ഒരു സ്ഥലമായിട്ട് അധപതിച്ചിട്ട് അത് നാളുകൾ കുറേയായി. അവിടെയാണ് ഈ പറഞ്ഞ അബോർഷന് വേണ്ടിയുള്ള മുറവിളികളും റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിന് വേണ്ടിയുള്ള മുറവിളികളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാത്താൻ ടെമ്പിൾ അല്ലെങ്കിൽ സാത്താൻ വർഷിപ്പേഴ്സിന്റെ ഒരു കൂടാരവും എല്ലാം അവിടെയാണ് ഉള്ളത്. അവിടെ നിന്ന് അവർ സാത്താനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താനെ വരൂ വരൂ എന്ന് പറഞ്ഞ് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത നാളുകളിൽ പോലും അവിടെ ബ്ലാക്ക് മാസ് നടന്നതിന്റെ ചില വിഷ്വൽസുകളെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ സ്ത്രീകളുടെ നഗ്ന ശരീരത്തെ ഈ ബലിപീഠം പോലെയാക്കി അതിന്മേൽ അവർ കാണിച്ചു കൂട്ടുന്ന മ്ലേച്ഛതകൾ, തിന്മകൾ, ഈ ദേവാലയങ്ങളിൽ നിന്നെല്ലാം മോഷ്ടിച്ചുകൊണ്ടുവന്ന തിരുവോസ്തിയോട് അവർ കാണിക്കുന്ന അനാദരവും അവഹേളനവും തുപ്പുകയും അങ്ങനെ എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടാവുന്നത് അതെല്ലാം ചെയ്തുകൊണ്ട് അവർ സാത്താനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഈ കാലിഫോർണിയ അല്ലെങ്കിൽ ലോസ് ഏഞ്ചൽസ്, സാൻ ഫ്രാൻസിസ്കോ ഈ പറഞ്ഞ പ്രദേശങ്ങൾക്കുണ്ട്. അവിടെ പലപ്പോഴും ദൈവത്തിന്റെ സംരക്ഷണ വേലി പലപ്പോഴും അവിടെ മുറിഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതകളും അവർ തന്നെ ചെയ്തു കൂട്ടുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ തന്നെ അവിടെ ദൈവത്തെ മൂക്കിയതുകൊണ്ടുള്ള ചില പ്രോഗ്രാമുകൾ അവിടെ ചില അവാർഡ് ഫംഗ്ഷനുകളിൽ വെച്ച് നടക്കുന്നത് കണ്ടു. പോപ്പിന്റെ തൊപ്പി വെച്ചിട്ടുള്ള ചില അവഹേളന പരിപാടികൾ അവിടെ നടക്കുന്നത് കണ്ടു. അതിൻ്റെ ഇടയിൽ അവിടെ റോട്ടിലൂടെ നടന്ന് സുവിശേഷം പറയുന്ന അവർക്ക് ചില മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന പ്രൊഫറ്റിക് ആയിട്ടുള്ള ചില മെസ്സേജുകൾ അവിടെ ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അവിടെ പ്രഘോഷിക്കപ്പെടുന്നതും കണ്ടു. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതെല്ലാം കാലം നൽകുന്ന അല്ലെങ്കിൽ കാലത്തിന്റെ ചില മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ലോസ് ഏഞ്ചൽസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നരകത്തിലെ തീ പോലെ അവിടെ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പല വിഷ്വലുകളും അവിടെ വരുന്നത് എല്ലാം AI ജനറേറ്റഡ് അല്ലെങ്കിൽ ചില ഹോളിവുഡ് സിനിമകളിലത്തേക്ക് മുൻ വിഷ്വലുകളൊക്കെ അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ അക്ഷരാർത്ഥത്തിൽ അവിടെ കത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ഭൂമി ഉന്മത്തനെ പോലെ ആടിയുലയുന്നു, കുടിൽ പോലെ അത് ഇളകിയാടുന്നു, കാരണം അത് താങ്ങുന്ന അകൃത്യം അത്രയും ഭാരമേറിയത്. ഈ വചനം ഒരു പക്ഷേ ലിറ്ററലി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ വചനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ദൈവത്തിന്റെ ശിക്ഷാവിധിയുടെ ഭാഗമായിട്ടല്ല, മനുഷ്യൻ അവന്റെ തിന്മകൾ കൊണ്ട് അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തികൾ കൊണ്ട് വരുത്തി വെക്കുന്നതാണ് ഇതെല്ലാം. അത് വളരെ കറക്റ്റാണ്. നമുക്കറിയാം ഈ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഈ കേരളത്തിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ തീവ്ര മനസ്കരാണ് ഈ അമേരിക്കയിലും ഇസ്രായേലിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നത്. ഈ അഫ്സൽ ഗുരുവിന് ഫാൻസുള്ള അല്ലെങ്കിൽ അജ്മൽ കസബിന് ഫാൻസുള്ള, യഹിയ സിൻവാറിന് ഫാൻസുള്ള, ഇസ്മായിൽ ഹനിയയ്ക്ക് ഫാൻസുള്ള, അങ്ങനെ കൊടും ഭീകരർക്ക് ഒരു ഫാൻ ബേസുള്ള കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന ആരാധക വൃന്ദത്തിൽ നിന്ന് ഇതെല്ലാം ഇതിനപ്പുറവും നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇവർ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്ന ഇങ്ങ് കേരളത്തിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകൾ, വെള്ളപ്പൊക്കങ്ങൾ, അത് കേരളം ഗാസയിൽ കൊണ്ടുപോയി തീയിട്ടിട്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ നയിക്കുന്ന ചില തീവ്രവാദ ചിന്തകളുണ്ട്, തീവ്രമായിട്ടുള്ള ആശയങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബഹിസ്ഫുരണമാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ അറിഞ്ഞ് സൂചിപ്പിച്ച ചില മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇവർ പൊട്ടിച്ചിരിക്കുന്നത്, ആഹ്ലാദിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഹ്ലാദകരമായിട്ടുള്ള ചില സന്ദേശങ്ങളൊക്കെ കൈമാറുന്നത്. അതൊരു അപകടകരമായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണ് എന്നതിൻ്റെ വലിയൊരു സൂചന തന്നെയാണ്. അതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അതൊരു വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് അത് കേരളത്തിന് നൽകുന്നത്. ആ മുന്നറിയിപ്പ് പക്ഷേ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചാലും അത് അമേരിക്കയിലായിക്കോട്ടെ, തുർക്കിയിലായിക്കോട്ടെ, ഗൾഫ് രാജ്യങ്ങളിലായിക്കോട്ടെ, യൂറോപ്പിലായിക്കോട്ടെ, ഓസ്ട്രേലിയയിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, അത്തരം സാഹചര്യങ്ങളിൽ തോളോട് തോൾ ചേർന്ന് ദുരിതമനുഭവിക്കുന്ന ആ ഒരു ജനതയെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു മനോഭാവമാണ് നാം പുലർത്തേണ്ടത്. പക്ഷേ അമേരിക്കയിൽ ഈ ദിവസങ്ങളിൽ നടന്ന ആ ഒരു തീപിടുത്തം അത് ചില വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ പ്രത്യേകിച്ച് കേരളത്തിന് നൽകുന്നുണ്ട്. ആ തീപിടുത്തത്തിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകുന്നത്. തീവ്രവാദ ആശയങ്ങൾ ഉള്ളിൽ പേറി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ തങ്ങളുടെ തീവ്രവാദ ആശയങ്ങൾ നടപ്പാക്കാൻ വെമ്പി നിൽക്കുന്ന അത്തരക്കാരുടെ ജൽപ്പനങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ അമേരിക്കയിൽ നടക്കുന്ന ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നാം കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള തീവ്രവാദ സംഘടനകളെ നിരോധിച്ചു എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ വരട്ടെ, അത്തരം സംഘടനകൾ ഇൻജക്റ്റ് ചെയ്ത തീവ്രവാദ ആശയങ്ങൾ പേറി നടക്കുന്ന അനവധി പേർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അതുകൊണ്ട് ജാഗ്രത ശക്തിപ്പെടുത്തുക. അമേരിക്കയിൽ ദുരിതം അനുഭവിക്കുന്ന ആ ജനതയോടൊപ്പം അവർക്കൊരു ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട്
ഇന്നത്തെ നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.